ഹലോ മുത്തുമണികളെ, ഞാനൊരു പ്രതികരണം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മുട്ടി 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 ഇരിക്കുകയായിരുന്നു. അപ്പോൾ പ്രതികരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യവും കാരണവും കിട്ടി. അതായത് ഇവിടെ നിന്നും 2 സെലിബ്രിറ്റികൾ ആലുവയിലേക്ക് പോയപ്പോൾ ആലുവയിൽ തിക്കും തിരക്കും കാരണം ആലുവയിലെ ഹോസ്പിറ്റൽ ഇപ്പം നിറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അതായത് 2 സെലിബ്രിറ്റികളുടെ എൻട്രി അവിടെ ഒരുപാട് ജനക്കൂട്ടങ്ങൾ വന്ന് ഭയങ്കരമായ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ആരൊക്കെയോ ഹോസ്പിറ്റലിലായി എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വലിയ വെല്ലുവിളിയൊക്കെ ആയിട്ടായിരുന്നു 2 സെലിബ്രിറ്റികളും കൂടി അങ്ങോട്ട് പോയത്. അതായത് അയാളുടെ വീട്ടിൽ, അതായത് എൻ്റെ സ്നേഹതീരത്തിൻ്റെ വീട്ടിലേക്ക് ഇവർ ഇരച്ചു കയറും, അയാളുടെ കോളറിന് കുത്തിപ്പിടിച്ച് നടുറോട്ടി കൊണ്ടുവന്ന് നിർത്തി വീഡിയോ എടുക്കും. ഇതൊക്കെ ആയിരുന്നു ഭയങ്കരമായ വെല്ലുവിളി. ഇത് മാത്രമോ, അങ്ങേരെ പറ്റിച്ചു ഉണ്ടാക്കിയ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അത് അങ്ങേരുടെ ഭാര്യയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും. ഇതൊന്നും പോരാത്തത് കൊണ്ട് ഞാനും അങ്ങേരും കൂടി രഹസ്യമായി സംസാരിച്ച രഹസ്യ കോൺഫറൻസ് കോൾ, അതായത് രഹസ്യമായി ഇവളുമായി ചേർന്നുള്ള ഒരു കോൺഫറൻസ് കോൾ ഉണ്ട്. നിങ്ങളത് ആ കോൺഫറൻസ് കോൾ നിങ്ങൾ കേൾക്കുമോ എന്ന ഭയം കൊണ്ട് എനിക്കാണെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഗായ്സ്. അത് ആ ഒരു കോൺഫറൻസ് കോൾ പുറത്താകുമോ എന്ന ഭയം കൊണ്ട് എനിക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ഭാഗ്യം അങ്ങേരുടെ ഭാര്യ ഇതൊന്നും അറിഞ്ഞില്ല. നിന്നെ ഞാൻ വീണ്ടും വെല്ലുവിളിക്കുന്നു. നിനക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ നീ ഒറ്റത്തന്തയ്ക്ക് ജനിച്ചതാണോ എന്ന് ഞാൻ വെല്ലുവിളിക്കുന്നില്ല. കാരണം നിന്റെ ഉമ്മാനെയോ നിന്റെ വാപ്പാനെയോ ഒന്നും അപമാനിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അവർക്ക് കിട്ടാനുള്ളത് നല്ല രീതിയിൽ നീ കാരണം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തിനാണ് ഞാനും കൂടി അവരെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? അതുകൊണ്ട് നിന്നെ ഞാൻ ഒറ്റത്തന്തയ്ക്ക് ജനിച്ചവളാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നീ ഉഷിരുള്ള ഒരു പുരുഷന്റെ ഒപ്പമെങ്കിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഉഷിരുള്ള ഒരൊറ്റ പുരുഷന്റെ ഒപ്പമെങ്കിലും നീ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ നീ ഈ പറഞ്ഞ കോൺഫറൻസ് ഫോൺ കോൾ റെക്കോർഡ് ഈ പബ്ലിക്കിന്റെ മുന്നിൽ നീ കാണിക്കണം. നീ എന്തായാലും അയാളുടെ വൈഫിന്റെ മുമ്പിൽ കാണിക്കുക. അയാളുടെ വൈഫിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ നിന്റെ മുട്ട് വിറയ്ക്കും മോളെ, നിന്റെ മുട്ട് വിറയ്ക്കും. അതുകൊണ്ടാണ് ഈ പറയുന്ന സ്നേഹതീരത്തിന്റെ വൈഫിന്റെ മുന്നിൽ നീ പോവില്ല എന്നുള്ളത് എനിക്കറിയാടി. നീ പോവില്ല, കാരണം നിന്റെ മുട്ട് വിറയ്ക്കും. നീ എമ്മാതിരി നീരാളിപ്പിടുത്തമാണ് അയാളെ പിടിച്ചത് എന്നുള്ളതും എങ്ങനെ അയാളെ ഞങ്ങൾ ഊരിയെടുത്തു എന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ നീ പോവില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തൊക്കെയോ ഡയലോഗുകൾ ഇറക്കുന്നുണ്ടായിരുന്നു. എന്താണ്, അയാളുടെ നാട്ടിൽ പോയി ഫോട്ടോ കാണിച്ചു. എവിടെ മോളെ, നീ എവിടെ പോയിട്ട് ഫോട്ടോ കാണിച്ച കാര്യമാണ് പറയണത്? ഏതോ സ്ഥലത്ത് കൊണ്ടുപോയി, ഏതോ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കേണ്ട ഫോട്ടോ അല്ല അത്. ഞങ്ങൾ ഒരുപാട് ബഹുമാനത്തോടു കൂടി കാണുന്ന ഫോട്ടോയാണ്. ഞങ്ങൾ ഒരുപാട് ആളുകൾ ഭയങ്കര ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ഫോട്ടോയാണ് മോളെ അത്, കേട്ടാ. അപ്പോൾ ഈ ഫോട്ടോ എവിടെയോ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ആ ആളുകൾ ഒരുപാട് കഥകൾ പറഞ്ഞു അത്രേ. എന്ത് കഥകൾ? അതിൻ്റെ ഇടയിൽ അങ്ങ് കുത്തിത്തിരിക്കുന്ന കുറേ കാര്യം ഉണ്ടായിരുന്നു. അയ്യോ എന്നെ നാണം കെടുത്തിയെന്ന്. നിന്നെ ഞാനല്ല നാണം കെടുത്തിയത്, നീ തന്നെ നിന്നെ നാണം കെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. വായിൽ നിന്ന് വരുന്ന വിസർജനം ഇങ്ങനെ ഇട്ടുകൊണ്ട് നിന്റെ വായിലൂടെ നീ ശരിക്കും വിസർജിക്കുന്നത് ഏതിലേ കൂടിയെന്നറിയാമോ? നിന്റെ വായിലേ കൂടിയാണ്. നീ 2-3 കാര്യത്തിനാണ് നീ വാ തുറക്കുന്നത്. ഒന്ന് വിസർജിക്കാൻ, ഒന്ന് കളവ് പറയാൻ, ഒന്ന് ഇരക്കാൻ. ഇതിന് 3-നുമാണ് നീ വാ തുറക്കുന്നത്. ഒരു വല്ലാത്ത ജാതി സാധനമാണ് നീ. പിന്നെന്തോ ഒന്ന് പറയുന്നുണ്ടായിരുന്നു, മൊഴി കൊടുത്ത് 3-4 പേരുടെ മൊഴിയുണ്ട്, പിന്നെ കുറേ പേരുടെ കമൻ്റ് ഉണ്ട്. മക്കളെ, നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുകയും അതിൻ്റെ താഴെ കമൻ്റ് ഇടുകയും ചെയ്യുന്നവർ നിങ്ങൾ പേടിക്കണം കേട്ടാ. നിങ്ങൾ കമൻ്റ് ഇടരുത്. അതായത് അതാണ് അജണ്ട. അതായത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ
ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് ഞാനാണ്. അപ്പൊ എൻ്റെ ചാനല് പിന്നെ കോടതി അങ്ങ് നിർത്തലാക്കും അത്രേ എൻ്റെ ചാനല്. എടി കോടതിയിൽ അങ്ങനെ ഒരു കേസ് കൊടുത്തെങ്കിൽ നീയൊക്കെ കൂടി ലക്ഷങ്ങൾ മുടക്കി എനിക്ക് എൻ്റെ ചാനല് പോയിപ്പിക്കാമെന്നും അതിനൊരു വക്കീലിന്റെ സപ്പോർട്ടോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നും ഒക്കെ ആരോടാടി പറഞ്ഞത്? അങ്ങനെ കോടതിയിൽ ഒരു കേസ് കൊടുത്ത് എങ്കിൽ എൻ്റെ ചാനൽ പോയിപ്പിക്കാൻ ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഏതോ ഒരു കൊണാണ്ടർ വക്കീലിനെ കൊണ്ട് കൊടുപ്പിക്കാമെന്നൊക്കെ നീ ആരോടാണ് പറഞ്ഞത്? മോളെ, ഞാൻ അന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, പടച്ച തമ്പുരാൻ വലിയവനാണ്. പിന്നെ തെളിവുകളും സാക്ഷികളുമൊക്കെ ഒരു കേസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വാദമുഖങ്ങൾക്ക് മാത്രമേ വാദിയും സാക്ഷികളും തെളിവുകളും ഉണ്ടാവുള്ളൂ. എൻ്റെ ചാനലിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ട ഓരോ മനുഷ്യരും വരും സാക്ഷി പറയാൻ വേണ്ടിയിട്ട്. ഓരോ മനുഷ്യരെയും ഞാൻ കൊണ്ടുവരും. പിന്നെ ഞങ്ങളുടെ അതാണ് അവിടെയാണ് പോയിന്റ്. അതായത് ഞങ്ങളുടെ ഉദ്യമവുമായി മുന്നോട്ട് പോകും. നിങ്ങളുടെ ഉദ്യമം എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളെ പറ്റിക്കുക, കുടുംബസ്ഥന്മാരുടെ ഫോൺ നമ്പറുകൾ തപ്പി നിന്റെയൊക്കെ വാട്സപ്പുകളിലേക്ക് കൊണ്ടുവന്ന് അവന്മാരുടെ ഇൻഫർമേഷൻ ഡേറ്റാസും ഒക്കെ കളക്ട് ചെയ്ത് അവന്മാരുടെ കുടുംബത്തിൽ അവന്മാരുടെ പെണ്ണുങ്ങളോടൊപ്പം ആണോ ജീവിക്കുന്നത് എന്ന് അവന്മാരുടെ ഡേറ്റാസ് തപ്പിപ്പിടിച്ച് അവന്മാരുടെ കയ്യിൽ നിന്നും 50,000 ലക്ഷങ്ങളും പിന്നെ വീടിന്റെ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏതോ പെണ്ണിന്റെ കല്യാണത്തിനാണ്, കർമാദിക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണുങ്ങളിൽ നിന്നും പണം തട്ടുകയും ആ പൈസ തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്മാരുടെ ഫോട്ടോ വെച്ച് ഭീഷണിപ്പെടുത്തുകയും അത് കഴിഞ്ഞതിന് ശേഷം അവന്മാരെ തെരുവിലേക്ക് വലിച്ചിട്ട് അവന്മാരുടെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് അവന്മാരുടെ വീട്ടിലേക്ക് ഇരച്ചു കയറുകയും ചെയ്യുന്ന പണം തട്ടിപ്പ് നടത്തുന്ന നിന്റെയൊക്കെ തൊഴിൽ, എക്സാക്റ്റ് ആയിട്ടുള്ള നിന്റെയൊക്കെ തൊഴിൽ, അതുപോലെ ചാരിറ്റി എന്ന് പറയുന്ന ഒരു വൻ മാഫിയ, മാഫിയ തന്നെ. നീയാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഷമി ഷാമു MDMന്റെ ഏജന്റ് ആണ് എന്നുള്ളതും, അതുപോലെ ഈ പറയുന്ന സ്നേഹതീരത്തിനെ കുറിച്ചും, അതുപോലെ എൻ്റെ ഐഷ നേഹ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ കുറിച്ചുമൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങളെ കൊണ്ടും ഞാൻ തെളിയിപ്പിക്കും. വാദത്തിന് ഒരു പ്രതിവാദമുണ്ടായിരിക്കും. ഞാനത് സ്വരുക്കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ എന്ത് വിചാരിച്ചു? കുറെ മാസങ്ങൾ കഴിഞ്ഞത് കൊണ്ട് എൻ്റെ കയ്യിൽ നിന്നും തെളിവുകൾ നഷ്ടപ്പെട്ടു എന്നാണോ? എൻ്റെ ചാനൽ അടിച്ചു കളഞ്ഞാൽ അതിൽ നിന്നും തെളിവുകൾ നഷ്ടപ്പെടുമെന്നാണോ? നിങ്ങൾക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വോയിസുകളും ഈ ഭീഷണി കത്തുകളും ഈ ഭീഷണി രേഖകളും ഞാൻ ഒരാളിൻ്റെയും വീടുകളിലേക്ക് ഇരച്ചു കയറിയിട്ടില്ല. ഒരാളുടെ ഫ്രണ്ട്ഷിപ്പുകളിലേക്കും ഞാൻ ഇരച്ചു കയറിയിട്ടില്ല. ഒരാളുടെ ബന്ധങ്ങളിലേക്കും ഞാൻ ഇരച്ചു കയറിയിട്ടില്ല. എന്നാൽ എന്നെ പ്രതി അനുഭവിച്ച ആളുകളൊക്കെയും തന്നെ സാക്ഷികൾ പറയാൻ വേണ്ടിയിട്ട് വരും. ആരെ പേടിപ്പിക്കുന്നു മോളെ? പേടിപ്പിക്കുമ്പോൾ ആളും തരവും നോക്കി പേടിപ്പിക്കുക. 10 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നിനക്കെതിരെ സംസാരിച്ച സമയത്ത് നീ എന്നെ പേടിപ്പിച്ചു തുടങ്ങിയതാണ്. അന്നും ഞാൻ നിന്നോടൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആളും തരവും നോക്കി പേടിപ്പിക്കുക. കോടതിയിൽ എന്താണ് വേണ്ടത്? സാക്ഷികളും തെളിവുകളുമാണല്ലോ. അപ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല മോളെ നിയമവും കോടതിയും ഒക്കെ ഉള്ളത്. ഇനി അതിൻ്റെ ഇടയിൽ ഭയങ്കര രസകരമായ ഒരു കഥ പറയുന്നുണ്ടായിരുന്നു. അതായത് എൻ്റെ ഭർത്താവല്ല, ജുമൈലയുടെ ഭർത്താവിൻ്റെ ചെറുതായി ഒന്ന് പോറിയ, കേസങ്ങ് എന്തൊക്കെയായി. നിന്നെ ഞങ്ങൾ പൂട്ടുപടി. ഞാനാരെയും കൊന്ന കഥയൊന്നും അല്ലല്ലോ കൊച്ചേ, ഞാനാരെയും കൊന്ന കഥയൊന്നും അല്ലല്ലോ. ഇങ്ങോട്ട് വന്നു, മാന്ത് വാങ്ങിച്ചു, ഇനിയും വാങ്ങിക്കും. പിന്നെ തെളിവുകൾ കൊടുത്തു. ഞാനങ്ങ് പേടിച്ച് പതറിപ്പോയി.
ഇനിയും ഞാൻ പറയുന്നത്, എൻ്റെ ബന്ധങ്ങളിൽ കയറി കളിച്ചാൽ പൊന്നാരക്കട്ടെ വിടില്ല എന്ന് പറഞ്ഞാൽ വിടില്ലാതെ. ഭയങ്കരമായ ഒരു വിറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് എവിടെയോ പോയി കഴിഞ്ഞാൽ എൻ്റെ പെണ്ണിന് ഞാൻ സൈക്കിൾ ഓട്ടിച്ച് കാണിച്ചു കൊടുക്കും, ബസ് ഓട്ടിച്ച് കാണിച്ചു കൊടുക്കും, ലോറി ഓട്ടിച്ച് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞവൻ ഏതോ ആലിൻ്റെ ചുവട്ടിലിരുന്ന് അയ്യോ വയ്യേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വീശിക്കൊണ്ട് നടക്കണുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നു അവിടെ? അതായത് ഒരു ലോങ് ട്രിപ്പൊക്കെ പോയിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആവാനുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ വേണം. അതിന് പോലും നിൽക്കാൻ സമയമില്ലാതെ നേരെ ചെന്ന് കയറി കോടതിയിൽ ചെന്നിട്ട് കോടതി കണ്ടോടാ എന്ന് പറഞ്ഞുകൊണ്ട് കോടതി കാണിച്ചു. എന്തോ വലിയ ധീരകൃത്യം ചെയ്തതുപോലെയാണ്. കോടതി കണ്ടാടാ എന്ന് പറഞ്ഞുകൊണ്ട് കോടതി എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് അപ്പുറം ചെന്നിട്ട് ഏതോ റോട്ടിൽ കൂടി പോയ സാധനങ്ങളെയൊക്കെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ഇതാ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ കാണിക്കുന്ന സമയത്തും രസം എന്തെന്നറിയാമോ? ശരിക്കും നമ്മൾ ഒരു നാട്ടിൽ പോയി അവിടെ നമുക്കൊരു പരിചയമുള്ള ഒരാളുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോട്ടിൽ നിന്നിട്ട് സംസാരിക്കൂല. എന്തിനാണ്? നമ്മളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരും. എന്നെ കാണാൻ വേണ്ടിയിട്ട് ഭീമാപള്ളി പെരുന്നാളിൻ്റെ സമയത്ത് എന്നെ കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഈ വന്നവരൊക്കെയും തന്നെ എൻ്റെ വീട് കാണാതെ അവർ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവരവിടെ നിൽക്കാം, ആ കാര്യങ്ങൾ ആ ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ഓട്ടോയിൽ കയറ്റി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് അവർ തിരിച്ചു വിട്ടിട്ടുള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് എന്നിട്ട് ഇവർ രാത്രിയിൽ അവിടെ പെട്ടുപോയി. പോയപ്പോൾ ട്രെയിൻ കിട്ടിയില്ല. സംഭവം ട്രെയിനൊക്കെ കിട്ടും. ട്രെയിൻ ഭയങ്കര തിരക്കുള്ള സമയം എന്നൊക്കെ ഇവർ പറയുന്നത്. എനിക്കൊന്നും ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലായിരിക്കും കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. സ്ലീപ്പറിലോ അല്ലെങ്കിൽ ഏതിലെങ്കിലുമൊക്കെ കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ബംഗാളികളെ ഉണ്ടാവുകയുള്ളൂ. ഇത്രയും ദൂരം പോകുന്ന ട്രെയിനിൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ബംഗാളികളെ ഉണ്ടാവൂ. അപ്പോൾ അന്നേരം ഇവർക്ക് പറ്റിയില്ല, ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഇവർ പാതിരാത്രി ആയപ്പോൾ അയ്യോ കൊതു എന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് കൊതുകിനെ അടിച്ചപ്പോഴും ഈ പറഞ്ഞ കൂട്ടുകാരാരെയും കണ്ടില്ല. അയ്യോ അവിടെ ആ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ നാൽപ്പാമരവും വെഞ്ചാമരവും ഒക്കെ വീശിക്കൊണ്ട് ആൾക്കാർ വരുമെന്ന് പറഞ്ഞ് ഒറ്റൊരു മനുഷ്യരെയും കണ്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ആലുവയിലുണ്ട് കേട്ടാ, കാണാനുള്ളവരൊക്കെ വന്നോളി. ഒരു പട്ടിയും തിരിഞ്ഞു നോക്കിയില്ല. നിന്റെ സുൽത്താൻ ബത്തേരിയിലേക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടാ. എന്നിട്ട് ഒരിടത്തും പോയുമില്ല. പോകാനോട്ട് പറ്റിയില്ല. കാരണം എത്രയെന്ന് വെച്ചിട്ട് ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യും. എന്നിട്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ഒരു പരിചയക്കാരെയും കാണാനും ഇല്ല. എന്തുവാടാ ഇത്? മഹാദുരന്തമായിപ്പോയി. ഈ ഒരു യാത്ര മഹാദുരന്തമായിപ്പോയി. ഇത്രയൊക്കെ പറയണമെങ്കിൽ എൻ്റെ ഭർത്താവ്, ഒടിഞ്ഞ കുത്തിയിരിക്കുന്ന എൻ്റെ ഭർത്താവ് എവിടെയെങ്കിലും ഞങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ രാജകീയമായിട്ടാണ് എൻ്റെ ഭർത്താവ് കൊണ്ടുപോകുന്നതും തിരിച്ച് കൊണ്ടുവരുന്നതും കേട്ടോ. ഒന്നും പറയാനില്ല. അപ്പം അത്രയേ ഉള്ളൂ.